KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. പ്രിയദർശിനി എന്ന പേരിൽ തുടങ്ങുന്ന യാത്രാ സൗജന്യം ഓർഡിനറി ഒഴികെയുള്ള ബസ്സുകളിൽ നിലവിലില്ല. KSRTCയുടെ വരുമാനം മെച്ചപ്പെട്ടതിന് ശേഷം അടുത്ത ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രിസഭ യോഗത്തിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുമോ ഇല്ലയോ എന്ന് വ്യക്തമായ മറുപടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ചർച്ച തുടരുകയാണെന്നും VD സതീശൻ പറഞ്ഞു. അധികാരത്തിലെത്തിയാൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതായിരുന്നു UDFന്റെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. വരുന്ന തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര അനുവദിക്കും. KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഓർഡിനറി ബസ്സുകൾ ഏറ്റവും കൂടുതലുള്ള തെക്കൻ ജില്ലകളിലായിരിക്കും പ്രിയദർശിനി പദ്ധതിയുടെ ഗുണം ലഭിക്കുക. മലബാർ മേഖലയിൽ സൗജന്യ യാത്രയുടെ ഗുണഫലം അനുഭവപ്പെടണമെങ്കിൽ മറ്റു ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കണം. KSRTC സ്വന്തമായി വരുമാനം കൂട്ടിയ ശേഷം അടുത്ത ഘട്ടം പരിഗണിക്കാമെന്നാണ് സർക്കാരിന്റെ നിലപാട്. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. PM ശ്രീ പദ്ധതിയിൽ ഒരു തീരുമാനവും നിലവിലെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച LDF മന്ത്രിസഭ പോലും അറിയാതെ ഒപ്പുവെച്ചതിനെയാണ് അന്ന് എതിർത്തതെന്നും VD സതീശൻ. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഞങ്ങൾ തീരുമാനം എടുക്കും. ഇപ്പോൾ അവർ ഒപ്പുവെച്ചൊരു ഗവൺമെൻറ് കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മൾ പരിശോധിക്കണം, അതിൻ്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്. ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള, ഞങ്ങൾ ഭരണതലത്തിലെ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെൻറ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പോൾ ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? മുനമ്പം ഭൂമി പ്രശ്നത്തിലും സർക്കാർ പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. വിഷയം പഠിക്കുകയാണെന്നും എല്ലാവരുമായി ചർച്ച ചെയ്ത് ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. B അശോകിന്റേതുൾപ്പെടെ IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി നിയമനം നടത്താനാകില്ലെന്നാണ് വിശദീകരണം. നമ്മൾ ഈ കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിനെതിരായി ഒരു നടപടി ഉണ്ടായിരുന്നു, 2 പേർക്കെതിരായി നടപടി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ആ നടപടി പിൻവലിക്കുമോയെന്ന്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എതിരായി നടക്കുന്ന അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തവരെ സർവീസിൽ വെച്ചു. സലിംകുമാറിന്റെ സംസ്കാര ചടങ്ങിലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു. ചികിത്സയിലിരിക്കെ സലിംകുമാർ നേരിട്ട അധിക്ഷേപം നാടിന് ചേർന്നതല്ലെന്ന് സതീശൻ പറഞ്ഞു. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. വോട്ടെണ്ണലിന് തൊട്ടു മുൻപ് മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് വ്യക്തിപരമായ കാര്യമെന്നാണ് VD സതീശന്റെ വിശദീകരണം. എന്ത് കാര്യത്തിന് മറുപടി പറയണം? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. സെക്രട്ടേറിയറ്റിലെ മാധ്യമവിലക്കിലും വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളിലും പരിശോധനയ്ക്ക് ശേഷം നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.